നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എവിടെയുള്ള അനാഥാശ്രമം? അതിന് പേരില്ലേ? നിങ്ങൾ എന്താ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ? ഞാനെന്താ ആരെങ്കിലും കൊന്നു, കൊള്ളയടിച്ചോ, മോഷണം നടത്തിയോ? കാർത്തികേ, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് വിഷ്ണുവേട്ടന്റെ ഭാര്യ. ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പോലും ആയിരിക്കില്ല. നിന്നെ പോലുള്ള കറ തീർന്ന കുറ്റവാളികളെ കൊണ്ട് സത്യം ഛർദ്ദിപ്പിക്കാനുള്ള നല്ല ഇടിക്കാരികളുണ്ട് കേരള പോലീസിൽ. അല്ല, കാർത്തികയുടെ വീട്ടില് കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരുപാടൊന്നും എനിക്കങ്ങനെ വീടൊന്നും ഉണ്ടായിരുന്നില്ല ശ്യാമേ. ഒരു അനാഥാശ്രമത്തിലാ ഞാൻ വളർന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അതിനെപ്പറ്റി സത്യാമ്മയോടായിരിക്കും കാർത്തിക പറഞ്ഞത്. സത്യാമ്മ കാര്യങ്ങളൊന്നും ഞങ്ങളോട് ഷെയർ ചെയ്യാറില്ല. അല്ല, കാർത്തിക എന്തോ പറയാൻ വന്നില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഒരുപാടെന്നോ മറ്റോ. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. അനാഥാശ്രമത്തിലെ കുട്ടികൾക്കൊക്കെ എന്ത് സ്വപ്നം? പഠിച്ച കള്ളി തന്നെ. രക്ഷപ്പെട്ടു. കാർത്തികയ്ക്ക് ആളെ മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞേച്ചിയാ, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. കാർത്തിക, പേടിക്കണ്ട. നിന്നെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഒന്നുമല്ല ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് ചില വിവരങ്ങൾ അറിയണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടിയും പറയണം. നീയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണം നടന്നതാണോ? നടന്നതാന്ന് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾക്കറിയില്ല കാർത്തികേ. പാലയോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല. നടന്നിട്ടില്ല എന്നതിന് തെളിവായി CCTV ഫൂട്ടേജ് ഉണ്ട്. ഇനി നിനക്ക് എന്ത് പറയാനുണ്ട്? കല്യാണം നടന്നതാണോ അല്ലയോ? ഈശ്വര, ഇങ്ങനൊരു കെണിയിൽ വന്ന് പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞിറങ്ങില്ലായിരുന്നല്ലോ. സത്യാമ്മയില്ലല്ലോ ഇപ്പൊ രക്ഷയ്ക്ക്. പൊതിഞ്ഞു പിടിക്കാൻ സത്യാമ്മയൊന്നും വരാൻ പോകുന്നില്ല കാർത്തികേ. ഇവിടെ നീ മറുപടി പറഞ്ഞേ പറ്റൂ. പറയേ, നിങ്ങളുടെ വിവാഹം നടന്നതാണോ? നടന്നതാ ശാലിനി. പാലയോട് ക്ഷേത്രത്തിൽ വെച്ചല്ലെന്നേ ഉള്ളൂ. എങ്കിൽ ക്ഷേത്രത്തിന്റെ പേര് പറയ്. പേര് ഞാൻ മറന്നുപോയി. ശരി, സ്ഥലം അല്ലെങ്കിൽ സിറ്റിയുടെ ഏത് ഭാഗത്തുള്ള ക്ഷേത്രമാണെന്ന് പറയും. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അതും ഞാൻ മറന്നു. കളിക്കല്ലേ കാർത്തികേ, എന്റെ കുഞ്ഞേച്ചി ആരാന്നറിയില്ല നിനക്ക്. കാർത്തികേ, ഒരു ജില്ലാ കളക്ടറുടെ പദവിയും അധികാരവും ഉപയോഗിച്ചൊന്നും അല്ല ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു സാധാരണ മനുഷ്യ സ്ത്രീ. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ കാർത്തികയോട് സംസാരിക്കുന്നത്. സത്യം പറയണം കാർത്തികേ. കാർത്തിക ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. മധുശ്രീയുടെ പേര് പറഞ്ഞ തീർന്നു. അവൾ എന്നെ പെടുത്തു. സത്യം പറയാൻ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ ശാലിനി. ശരി, വിഷ്ണുവേട്ടനെ എങ്ങനെയാ പരിചയം? അത് പറയേ. വിഷ്ണുവേട്ടന്റെ പരിചയക്കാരെയൊക്കെ എനിക്കറിയാം. നിന്നെപ്പറ്റി പറഞ്ഞു പോലും കേട്ടിട്ടില്ലല്ലോ.
അത് അത് ശാലിനി നാട് വിട്ടു പോയതിനു ശേഷമാ ഞങ്ങള് പരിചയപ്പെടുന്നതും അടുപ്പത്തിലാവുന്നതും ഒക്കെ. കാർത്തികേ, ഞാൻ വീണ്ടും പറയാ, നിനക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനി എന്ത് പ്രശ്നം തന്നെ ആയാലും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പരിഹരിച്ചു തരും ഞാൻ. നീ സഹകരിക്കേ, സത്യം പറയേ. എവിടെയാ നിന്റെ വീട്? ആരാ നിന്റെ അച്ഛനമ്മമാർ? എനിക്ക് അച്ഛനമ്മമാരൊന്നുമില്ല. ഒരു അനാഥാശ്രമത്തിലാ ഞാൻ വളർന്നത്. എവിടെയുള്ള അനാഥാശ്രമം? അതിന് പേരില്ലേ? നിങ്ങൾ എന്താ ഒരുമാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ? ഞാനെന്താ ആരെങ്കിലും കൊന്നു, കൊള്ളയടിച്ചോ, മോഷണം നടത്തിയോ? കാർത്തികേ, ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് വിഷ്ണുവേട്ടന്റെ ഭാര്യ. ഇനി നിന്നോട് സംസാരിക്കാൻ പോകുന്നത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു പോലും ആയിരിക്കില്ല. നിന്നെ പോലുള്ള കറ തീർന്ന കുറ്റവാളികളെ കൊണ്ട് സത്യം ഛർദ്ദിപ്പിക്കാനുള്ള നല്ല ഇടിക്കാരികളുണ്ട് കേരള പോലീസിൽ. എന്റെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീ സത്യം പറയും. ആ സമയത്ത് തരുമ്പ് കാരുണ്യം പോലും പ്രതീക്ഷിക്കണ്ട എന്റെ അടുത്തുനിന്ന്. ആൾമാറാട്ടവും വഞ്ചനാക്കുറ്റവും അടക്കം തലയിൽ പേറി ജയിലിൽ കിടന്ന് പുഴുത്ത് നാറുന്ന ഓരോ നിമിഷവും നീ പശ്ചാത്തപിക്കും. ഈ സമയത്ത് സത്യം പറയാമായിരുന്നല്ലോ എന്നോർത്ത്. ശാലിനി, ഞാനെല്ലാം നേരെ സെൻട്രൽ ജയിലിലേക്കാണോ ഫോൺ? FIR-ഉം അന്വേഷണവും വിചാരണയും ഒന്നുമില്ലാതെ കളക്ടർ മാഡത്തിന് നേരിട്ട് വധശിക്ഷ വിധിക്കാനുള്ള അവകാശം ഉണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. സത്യമേ, നിർത്തടി. അടവുകളെല്ലാം തോറ്റപ്പോ നടു റോഡിൽ അവളുടെ ഒരു കളക്ടർ കളി. കൂടെ പിടിച്ചു കൊടുക്കാൻ ഒരു കുഞ്ഞനീത്തി. എടി, നീ ഇവളെ സ്നേഹം ഭാവിച്ച് അമ്പലത്തിലേക്ക് വിളിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി. ശാലിനിയുടെ അല്ല അനിയത്തി. ആ കണക്കൂട്ടൽ ഇപ്പൊ ശരിയായി. സത്യമേ, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ കാർത്തികയെ വിളിച്ചത്. ചോദിച്ചറിയ നീ ആരടി, പോലീസോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.